ഇത്തവണത്തേത് സ്വാതന്ത്ര്യദിനത്തേക്കാൾ കൂടുതലായിട്ട് വന്ദേ മാതര ദിനമായിരുന്നു. ലാഹോറിലേക്ക് വണ്ടി കയറ്റി വിട്ട കഥ പറഞ്ഞല്ലോ. ലാഹോറിലേക്ക് വണ്ടി കയറ്റി വിട്ട കഥ പറഞ്ഞു. വന്ദേ മാതരത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഓഹോ, അപ്പൊ ഇത് ഇവിടെ ഏൽക്കൂല. ഇതിന്റെ മൂന്നാമത്തെ അനുഭവമാണ്. സകലതും RSS, BJP, ഹിന്ദു വിശ്വാസം, അത് ഇത് ഇന്നാണല്ലേ ഇവരൊന്നും തോന്നിയതുപോലെ വിളിച്ചു പറയാൻ. ഈ വന്ദേ മാതരത്തെ സംബന്ധിച്ച് തർക്കം ഇന്നും നല്ല തുടങ്ങിയതല്ല. അതിപ്പോഴും രൂക്ഷമായി ആ പ്രത്യയശാസ്ത്ര ശൂന്യത വേട്ടയാടുന്നത് തുടരുകയാണ്. അതിന്റെ തെളിവാണ് AICC ആസ്ഥാനത്ത് നിന്ന് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലാനിടയായ സംഭവം. അവർക്കെല്ലാം ആയുധമാണല്ലോ. അവർക്കൊക്കെ എല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്. ഞങ്ങൾക്കത് ഇമോഷണലാണ്. പക്ഷെ പിന്നാലെ വരുന്ന വാർത്ത എന്താ? കേരളം ഒഴികെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരിക്കുകയാണ്. കേരള സർക്കാരിന്റെ കാരണങ്ങളുണ്ടാവും. കേരള സർക്കാരിന്റെ തീരുമാനം ശരിയായ തീരുമാനമാണെന്നാണ് എന്റെ അഭിപ്രായം. വന്ദേമാതരത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് ശ്രീ VD സതീശൻ അതിന് നിർബന്ധിതനായി? വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അതായത് VD സതീശൻ ഇന്നലെ വന്ദേമാതരം പൂർണ്ണമായിട്ട് ചൊല്ലാൻ വന്നു. റഹീം ആ സീറ്റിലിരിക്കുന്നുണ്ടപ്പോ അത് മടക്കി പോക്കറ്റിൽ വെച്ചു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ഇത്ര രസകരമായ, ഇത്രയും ചിന്തോദ്ദീപകമായ ഒരു സ്വാതന്ത്ര്യദിനം എന്റെ ഓർമ്മയിൽ മുമ്പുണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം കരുത്തായി ഉണ്ടാകണം എന്ന് മലയാളിക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ദിവസമാണ്. പൊന്നു മനുഷ്യ, ഇതൊക്കെ ഇവിടെ പാടിയെന്ന് കരുതി നാട് മുടിയാനൊന്നും പോകുന്നില്ല, ഇവിടെ ബോംബ് പൊട്ടാനൊന്നും പോകുന്നില്ല. റഹീം പറയുന്നത് കേരളത്തിൽ ഇത് ആലപിക്കാതിരുന്നത് ഇവിടെ DYFI ഉള്ളതുകൊണ്ടാണ്. കാരണം ഇത് ആലപിച്ചിരുന്നെങ്കിൽ DYFIക്കാർ ഈ ഗായകരുടെ കൊങ്ങ കുത്തി പിടിക്കും, അല്ലെങ്കിൽ വായ കുത്തി പിടിക്കുകയോ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർക്ക് ഇത് വേണ്ടായിരുന്നു. അന്നത്തെ ബ്രിട്ടീഷുകാരന്റെ നിലപാടെടുത്ത് പാകിസ്ഥാൻ പിരിച്ചു കൊണ്ടുപോയി അതിന്റെ ഉച്ചിഷ്ടം ഇവിടെ കിടക്കുന്ന ഇവിടത്തെ മുസ്ലിം ലീഗിന് അതിന് വേണ്ട. അതുകൊണ്ടാണ് നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇത് പാടിയിട്ട് കേരളത്തിൽ ഇത് പാടാത്ത. കാരണം ഇവിടെ കേരളത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട്. അതായത് ഈ മുസ്ലിം ലീഗിനാണ് അന്നും ഈ വന്ദേ മാതരത്തിനോട് വലിയ എതിർപ്പുണ്ടായിരുന്നത്. ഒരു സംശയമില്ല. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ കേന്ദ്ര ആസ്ഥാനത്ത് ഒരു ഗാനത്തിന്റെ ആലാപനത്തിനെ നിയന്ത്രിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഈ രാജ്യം എന്ന് ഭരിക്കാനാണ്, എങ്ങനെ ഭരിക്കാനാണ്? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കേണ്ട വെറുതെ. കോൺഗ്രസ് പ്രത്യയശാസ്ത്ര ശൂന്യതയിലാണ്. ഞങ്ങൾ വന്ദേമാതരത്തെ ബഹുമാനിക്കുന്നവരാണ്. ജനഗണമനയെയും അതുപോലെ ബഹുമാനിക്കുന്നവരാണ്. കോൺഗ്രസ്സുകാർ എവിടെ പരിപാടി നടത്തിയാലും പരാജയമാണല്ലോ. കോൺഗ്രസിന് പ്രത്യയശാസ്ത്ര ശൂന്യതയാണ്. ഇത് സംഘപരിവാറും ഇതും തമ്മിൽ ഇങ്ങനെ വ്യത്യാസം ഇങ്ങനെ നിൽക്കുകയാണ്. റൂട്ട് അങ്ങോട്ടാണോ? ഏത് നിമിഷവും അതിങ്ങനെ വരാം എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത് അവിടെ മാത്രമല്ല. നീ ഇത്രല്ലേ കണ്ടോളൂ. BJP എന്നത് ഒരു വർഗീയ ഫാസിസ്റ്റ് സംഘടനയാണ്. അതെ, മതേതരത്വം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗീതം ബ്രിട്ടീഷുകാരനെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിറപ്പിച്ച ഭാഗം പാടണ്ട എന്ന് ഇവന്മാര് പറയുകയാണ്. ഈ വയസ്സുകാലത്ത് ഇനി കുത്തിയിരുന്ന് വന്ദേ മാതരം പഠിക്കാൻ പറ്റും, ജനഗണമന പഠിക്കാൻ പറ്റും, ജനഗണമന ബാക്കി ഇതൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞ ആരും പാടണ്ട പഠിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു ദേശീയ ഗാനം അല്ലെങ്കിൽ ദേശീയ ഗീതമൊക്കെ എത്ര സമയം ആലപിക്കാം? രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊന്നവര് RSSകാരും BJPക്കാരും. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. ഇന്ന് അതേ ബ്രിട്ടീഷുകാരുടെ ആസനം നക്കികളായിട്ടുള്ള ചില തെണ്ടികൾ ഇവിടെയുള്ള നമ്മുടെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് പറയുകയാണ് വന്ദേ മാതരത്തിന്റെ ബാക്കി നിങ്ങൾ പാടണം. അത് നടക്കില്ല. ഈ പൂർണ്ണമായിട്ട് ഈ ഗാനം ആലപിച്ചു എന്നതിന്റെ പേരിൽ ഇവിടെ മലയാളിയായിട്ടുള്ള കോൺഗ്രസിന്റെ വക്താവ് ശ്രീ രാജു P. നായർ രാജ്യത്തോട് ഒന്നാകെ മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്തു. ഫസ്റ്റ് ബുദ്ധി അയാൾ കേരളത്തോട് മാപ്പ് പറഞ്ഞാൽ പോരെ, എന്തിനാണ് രാജ്യത്തിനോട് മാപ്പ് പറയുന്നത്? കോൺഗ്രസിന്റെ ആത്മാവായിരുന്ന ഒരു ഗാനം പാടുന്നതിന്റെ പേരിൽ കോൺഗ്രസ്സുകാരൻ രാജ്യത്തിനോട് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ ദേശസ്നേഹം ഏത് വഴിക്ക് പോയി എന്നാണ് നമ്മൾ അവരോട് ചോദിക്കേണ്ടത്. ആകെ പഴങ്ങഞ്ഞായി. ഇത് ആർക്കെങ്കിലും എതിരാകുന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ പോരെ. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരാണോ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ നേരിട്ട് ആക്രമിക്കുന്നുണ്ടോ, പരോക്ഷമായിട്ട് ആക്രമിക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെ എന്താണ് പ്രശ്നം? ഇവന്മാരെ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്? കേരളത്തിൽ അത് സാധിക്കാതിരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തുള്ളത് കൊണ്ടാണ്. മണ്ണാങ്കട്ട എന്ത് ബോധമുണ്ട് ഈ റഹീം എന്ന് പറയുന്ന MP സാധനത്തിന്? ഇന്ത്യയുടെ കരുത്ത് ഇടതുപക്ഷമാണ് പോലും. ഈ ഇടതുപക്ഷത്തെ മുഴുവൻ നശിപ്പിച്ചത് റഹീം ഉൾപ്പെടെയുള്ളവർ ആണെന്നുള്ളത് വ്യക്തമായിട്ടറിയാം. എല്ലാവരും കൂടി ചേർന്നല്ലേ ഇതിനെ നശിപ്പിച്ചത്. അപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ല. ആയിക്കോട്ടെ. എവിടേക്കാ? കേരളത്തിൽ ഇടതുപക്ഷം കരുത്തില്ലായിരുന്നുവെങ്കിൽ
CPM-ന്റെ പ്രത്യയശാസ്ത്രം അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് അങ്ങ് ഒഴുകുകയാണ്. അങ്ങനെ ഒഴുകിയത് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ കൊണ്ടുവന്ന് 35 സീറ്റില് ഒതുക്കിയിരുത്തിയിരിക്കുന്നത്. അതിനും താഴേക്ക് എത്താനുള്ള കരുത്തുകാട്ടൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു മയത്തിനൊക്കെ കാട്ടണേക്ക. ഇങ്ങേരോട് സംസാരിക്കുന്ന നേരം കൊണ്ട് കടപ്പുറത്ത് പോയത് തരണം. ചോദ്യം ചെയ്യാനുള്ള ഒരു ശക്തിയായി ഇടതുപക്ഷം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ബലം, ഇന്ത്യയുടെ നട്ടെല്ല്, ഇന്ത്യയെ പിടിച്ചു നിർത്തുന്നത് ഇടതുപക്ഷമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ കണ്ണടയുടെ ഒരു കാലിൽ പിടിച്ച് ഒന്ന് കുലുക്കുക കൂടി ചെയ്താൽ പെർഫെക്റ്റ്. MP ഗോവിന്ദന് പകരക്കാരൻ ആര് എന്ന ചോദ്യത്തിന് പിന്നെ വേറെ ഉത്തരമില്ല. ഈ 50-ാം വയസ്സിലും പാർട്ടിയുടെ യുവ സംഘടനയുടെ ദേശീയ തലവനായിരിക്കുന്ന റഹീമിക്ക തന്നെ പ്രസ്ഥാനത്തിന്റെ ഭാവി താത്വിക ആചാര്യൻ. ബംഗാളിനെ കുട്ടിച്ചോറാക്കി തീർത്ത ഈ CPM-കാര് ത്രിപുരയിൽ ഇപ്പൊ അവർക്ക് കാലുകുത്താൻ ഇടമുണ്ടോ? പിന്നീട് 2 വട്ടം തുടർച്ചയായിട്ട് പിണറായി വിജയനും ഇരുന്ന് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഭരണവും നഷ്ടപ്പെട്ടു. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. കർണാടക പോലെ, ഹിമാചൽ പോലെ, തെലങ്കാന പോലെ, ബംഗാൾ പോലെ, ത്രിപുര പോലെ കേരളത്തിലും ഇന്ന് വന്ദേമാതരം പൂർണ്ണമായി ആചരിച്ചേനെ. വന്ദേമാതരം പൂർണ്ണമായി ആചരിച്ചേനെ എന്നോ? അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. അക്ഷരശുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമില്ലാതായി പോയി. ആചരിക്കുകയല്ല, ആലപിക്കുകയാണെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സാധനമാണത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഇടതുപക്ഷത്തിന് വലിയ ചോദ്യം ചെയ്യൽ ശക്തിയുണ്ട്. ഇടതുപക്ഷം കരുത്താണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കാക്കി ട്രൗസർ പുറത്ത് കാണിക്കാൻ മടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ട്രൗസർ പുറത്ത് കാണിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, ആർഷോ എന്ന് പറയുന്ന ഒരു വലിയൊരു വിദ്വാൻ ഉണ്ടല്ലോ, അങ്ങനെ ഇപ്പൊ കാണാനില്ലല്ലോ ഇക്ക. എല്ലാരും കൂടെ ഒതുക്കിയോ? വ്യാജ ബിരുദവും എടുത്തുകൊണ്ട് കോഴിക്കോട് സർവകലാശാലയിലെ ബിരുദാനന്തര ബിരുദത്തിന് വരെ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴാണ് പിടി വീണത്. ട്രൗസർ കാണിച്ചും കാണിക്കാതെയും ഷോ നടത്തി, ഷഡ്ജരഹിത ഷോ നടത്തി. പുള്ളിക്കാരൻ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയ സംഭാവനകൾ ചെറുതായിട്ട് കാണരുത് കേട്ടോ. ഇങ്ങനെ കുറെ വിത്തുകൾ CPM-നകത്തുണ്ട്. ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയത്? പാർലമെന്റില് ഈ വിടുവായനും പിന്നെ മറ്റൊരു വിടുവായൻ കൂടി ഉണ്ടല്ലോ, ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന. ഇതിന്റെ വേറൊരു മറുഭാഗത്തുള്ള ഒരു പ്രകടനമാണ് ജോൺ ബ്രിട്ടാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പാർലമെന്റിന് അകത്തും പുറത്തും ഈ വിടുവായനായ ഈ റഹീം ആണെങ്കിൽ ബ്രിട്ടാസ് പാർലമെന്റിന് അകത്ത് കിടന്ന് കുറെ വിടുവായിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്നെ പോലൊരു മരക്കഴുതേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 2 വിടുവായന്മാരെ കൊണ്ട് തന്നെ രാജ്യസഭയിൽ മഹാശല്യവുമായി തീർന്നിരിക്കുകയാണ്. ഇവിടെ റഹീമിന് ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയത്തില്ല, എന്തിനും മലയാളമോ അറിയത്തില്ല. മലയാളത്തിൽ അറിയാവുന്നത് കുറെ തെറിപ്പദങ്ങൾ മാത്രമാണ്. അതിന്റെ പേരിൽ കേസ് വരെ നിൽക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഇദ്ദേഹം പറയുകയാണ് കോൺഗ്രസിന് പ്രത്യയശാസ്ത്ര ശൂന്യതയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം കരുത്തായി ഉണ്ടാകണം എന്ന് മലയാളിക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ദിവസമാണ്. എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചു പോകുന്നത്. കൃത്യമായിട്ട് ചിന്തിച്ച് ഇലക്ഷൻ വോട്ടിങ്ങിലൂടെ മറുപടി തന്ന മലയാളികളോട് തന്നെ ഈ ഡയലോഗ് അടിക്കണം. അടാറ് കോമഡി ആയിട്ടുണ്ട്. ഈ ലോകത്തൊന്നും ജീവിക്കേണ്ട ഒരാളല്ല ഈ റഹീം എന്ന് പറയുന്നത്. കഴിവെങ്കിൽ ഈ നാട് കടത്തുന്നതായിരിക്കും നല്ലത്. ഞാൻ പോവൂല. നിന്നോട് പോകാനാ പറഞ്ഞത്. ഞാൻ പോകൂലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനു നിർബന്ധിക്കണം? അതിൽ റഹീമിനെ പോലുള്ള തമാശക്കാരുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബോറടിച്ച് മരിച്ചു പോകാതെ കഴിഞ്ഞു പോകുന്നത്. അടുത്ത കൊല്ലവും ഇതുപോലുള്ള തമാശകളൊക്കെ ഒപ്പിക്കണം. ഇന്ന് ഇവർ ഓരോരുത്തരോടും പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.